നമസ്കാരം. അമേരിക്കയെ വീണ്ടും ദുരിതത്തിലാഴ്ത്തി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 4 സംസ്ഥാനങ്ങൾ വീശിയടിച്ച കാറ്റിൽ 34 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച മുതൽ യുഎസിൽ വിവിധ സംസ്ഥാനങ്ങൾ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരുന്നു. മിസോറി, അർക്കൻസാസ്, ടെക്സാസ്, ഒക്കലാഹോമ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 26 ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടതായി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇവയെല്ലാം നിലം തൊട്ടതായി സ്ഥിരീകരണമില്ല. ഒക്കലാഹോമയിൽ 689 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തി നശിച്ചതായും കാറ്റിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന തീപിടുത്തത്തിൽ 300 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. മിസോറിയയിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതായാണ് വിവരം. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി താമസിക്കണമെന്ന് പ്രദേശവാസികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച കൻസാസിൽ ഒരു ഹൈവേയിൽ ചുഴലിക്കാറ്റിൽ 50-ലധികം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാലാവസ്ഥ കൂടുതൽ തീവ്രമായി. അർക്കൻസാസ്, ജോർജിയ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരെ സഹായിക്കുന്നതിനായി അർക്കൻസാസ് ഗവർണർ സാറ ഹക്കബി $250,000 ദുരന്ത നിവാരണ ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട്. കിഴക്കൻ ലൂസിയാന, അലബാമ വഴിയുള്ള മിസിസിപ്പി, പടിഞ്ഞാറൻ ജോർജിയ, ഫ്ലോറിഡ, പാൻഹാൻഡിയ എന്നിവിടങ്ങളിലുള്ള ചുഴലിക്കാറ്റ് സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ടെക്സാസ്, കാൻസാസ്, മിസോറി, ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിൽ കാട്ടുതീ നേരിടാനും സാധ്യതയുണ്ട്. ടെക്സാസ്, ഒക്കലാഹോമ, മിസോറി, ഇലിനോയിസ്, ഇല്യാന, മിഷിഗൺ എന്നിവിടങ്ങളിൽ 2 ലക്ഷത്തിലധികം വീടുകൾ, ബിസിനസ്സുകളും ശക്തമായ കാറ്റിൽ വൈദ്യുതി തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം സംസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച യുഎസിന്റെ കിഴക്കൻ തീരങ്ങൾ കനത്ത മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. മാർച്ചിൽ ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് അസാധാരണമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോസ് ആഞ്ചൽസിലുണ്ടായ തീപിടുത്തം യുഎസിൽ വലിയ നാശനഷ്ടത്തിനാണ് കാരണമായത്. ഇതിനു പിന്നാലെയാണ് ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യമുണ്ടായത്. തീപിടുത്തത്തിൽ 29 മരണങ്ങളാണ് യുഎസിൽ രേഖപ്പെടുത്തിയത്. അഗ്നിബാധയെ തുടർന്ന് ഏകദേശം $52 ബില്യൺ മുതൽ $57 ബില്യൺ വരെയുള്ള നാശനഷ്ടങ്ങൾ യുഎസിൽ ഉണ്ടായിട്ടുണ്ട്. ഹോളിവുഡിലെ നിരവധി സെലിബ്രിറ്റിയുടെ വീടടക്കം തീപിടുത്തത്തിൽ നശിച്ചിരുന്നു. ഹോളിവുഡ് താരങ്ങളായ മാർക്ക് ഹാമിൽ, മാൻഡി മൂർ, ജെയിംസ് വുഡ്സ് എന്നിവർ അഗ്നിബാധയെ തുടർന്ന് വീടുകൾ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ലോസ് ആഞ്ചൽസിൽ 10 ഏക്കറിലുണ്ടായ കാട്ടുതീ പിന്നീട് 3000 ഏക്കറിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. പ്രദേശത്ത് ശക്തമായ കാറ്റും തീവേഗത്തിൽ ആളിപ്പടരാൻ കാരണമായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.